അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. 80 വയസ്സിനോടടുത്ത അയാൾ രാത്രി മുഴുക്കെ ഒന്ന് കണ്ണടക്കാൻ കഴിയാതെ ഞരങ്ങിയും മൂളിയും കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അയാളുടെ അടിവയർ പൊട്ടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതത്തെ പോലെ വിങ്ങിക്കൊണ്ടിരുന്നു. മൂത്രനാളിയിലൂടെ ഒരിറ്റ് മൂത്രമെങ്കിലും പുറത്തേക്ക് വന്നെങ്കിൽ. ആ രാത്രി മുഴുവൻ അയാൾ ആഗ്രഹിച്ച ഒരേ ഒരു ആഗ്രഹം അതായിരുന്നു. പലതവണ അയാൾ ടോയ്ലറ്റിലേക്ക് വേച്ച് നടന്നെങ്കിലും ഒരു തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല. നേരം പുലർച്ചയോടടുത്തപ്പോൾ ഭാര്യയോട് ഒന്നും അറിയാതെ ഉറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്തി അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം ഒരു ട്യൂബിന്റെ സഹായത്താൽ അയാളുടെ അടിവയറ്റിൽ ഉപരോധം തീർത്ത മൂത്രം പുറത്തേക്കെടുത്തു. അടിവയറ്റിലെ വിങ്ങലുകൾ അവസാനിച്ചു തുടങ്ങിയപ്പോൾ അയാളുടെ ചൂണ്ടുവിരൽ മേൽപോട്ട് ഉയർത്തി അള്ളാഹുവിനെ സ്തുതിച്ചു. ശേഷം അയാൾ പൊട്ടിക്കരയാൻ ആരംഭിച്ചു. മക്കൾ ചുറ്റും കൂടി നിന്ന് അയാളെ സമാധാനിപ്പിച്ചു. പക്ഷേ നരച്ച താടിരോമങ്ങൾക്കിടയിൽ കണ്ണുനീർ ചാലുകൾ തീർത്ത് അയാൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇതുകണ്ട മൂത്ത മകൻ പിതാവിന്റെ നെറ്റിയിൽ ചുംബിച്ച് ഇങ്ങനെ ചോദിച്ചു, ഉപ്പ എന്തിനാ കരയുന്നത്? വേദനയൊക്കെ പോയില്ലേ? ഗദ്ഗതമടക്കാനാകാതെ അയാൾ പറഞ്ഞു, 80 വയസ്സിനിടക്ക് ആദ്യമായാണ് എന്റെ ഈ ഒരാവശ്യത്തിന് ഡോക്ടർ എന്നെ സഹായിക്കുന്നത്. അദ്ദേഹത്തിന്റെ മികവിനും കഴിവിനും നമ്മളെല്ലാം എത്ര നന്ദി വാക്കുകളാണ് ഈ കുറഞ്ഞ സമയത്തിനിടയിൽ പറഞ്ഞത്. എന്നാൽ 80 കൊല്ലം യാതൊരു തടസ്സവുമില്ലാതെ എന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു തന്ന അള്ളാഹുവിനോട് ഞാൻ എത്ര നന്ദി വാക്കുകൾ പറഞ്ഞില്ല. കുറ്റബോധത്താൽ തലകുനിച്ചു നിൽക്കുന്ന മക്കൾക്ക് നടുവിൽ തന്റെ കൈപ്പത്തിക്കുള്ളിൽ മുഖം അമർത്തി വൃദ്ധൻ വീണ്ടും വീണ്ടും തേങ്ങിക്കരയാൻ ആരംഭിച്ചു. അള്ളാഹുവിനെ അറിയാൻ നാം നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുക. ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രവർത്തന മേഖലകൾ ഉണ്ട്. അതെല്ലാം മുറതെറ്റാതെ യാതൊരു തടസ്സവുമില്ലാതെ നാം പോലും അറിയാതെ ഓരോ അവയവും അവയുടെ കർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മിനിറ്റിൽ എത്ര തവണ കൺപോളകൾ നാം അടയ്ക്കുന്നു, എത്ര തവണ ഹൃദയമിടിക്കുന്നു, എത്ര ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യുന്നു. ഈ 6 അടി ശരീരത്തിൽ 5 ലിറ്ററോളം വരുന്ന രക്തം എത്ര തവണ എത്രയെത്ര ഞരമ്പുകളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാം സംവിധാനിച്ച് യാതൊരുവിധ തടസ്സവുമില്ലാതെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര കാരുണ്യമാണ് മനുഷ്യനായ നമുക്ക് നൽകിയിരിക്കുന്നത്. അള്ളാഹു അടിമയുടെ സുഖത്തിനും നന്മയ്ക്കും വേണ്ടി എത്രമാത്രം ജാഗരൂകനാണെന്നും മാതാവിനേക്കാൾ തന്നോട് അലിവും കരുണയും കാണിക്കുന്നുവെന്ന് അടിമയ്ക്ക് ബോധ്യപ്പെട്ടാൽ അള്ളാഹുവിനോടുള്ള അനുരാഗാധിക്യത്താൽ അടിമയുടെ മനസ്സ് അള്ളാഹുവിന് വഴിപ്പെടും. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.